ഹായ് മക്കളെ, ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഇന്നു മുതൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഫുൾ A+ കിട്ടുമെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ യെസ്, കിട്ടുമെന്നാണ് എൻ്റെ ആൻസർ. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ പഠിച്ചാൽ മക്കളെ, അതായത് ഇന്ന് മുതൽ മാർച്ച് 26 വരെ ഓരോ ദിവസവും, അതായത് നിങ്ങൾ SSLC എക്സാം കഴിയുന്ന അവസാന ദിവസം വരെ ഓരോ ദിവസവും എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സാർ എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട്, നിങ്ങൾ വിശ്വാസമുണ്ട് സാറേ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, വീഡിയോ അവസാനം വരെ ഒന്നും കാണണ്ട. അതിന് മുന്നേ നിങ്ങൾക്ക് എന്താണ് ഇത് ഇഷ്ടമാവുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തതിന് ശേഷം വന്ന് കാണുക. കാരണം എന്താ വെച്ചാൽ ഇപ്പം കേരളത്തിലെ ഭൂരിഭാഗം കുട്ടികളും എന്താണ്, എല്ലാ പ്രതീക്ഷ അവസാനിച്ചു, ഫുൾ A+ ഒന്നും ഇനി കിട്ടില്ല, 2 or 3 A+ ഒക്കെ കിട്ടിയാലായി എന്ന് കരുതുന്ന മക്കൾക്ക് ഈ വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ട് ആശ്വാസമാവും. നിങ്ങൾക്ക് ആശ്വാസമായിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? റെഡിയല്ലേ? പിടിച്ചിരുന്നോ? ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാത്ത ആൾക്കാർ ഷെയർ ചെയ്തിട്ടാണ് ഇത് കാണാവുള്ളൂ. റെഡിയല്ലേ? അപ്പം എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം മക്കളെ? വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ടൈം ടേബിൾ ഒന്ന് നോക്കുക. അതായത് ഒരു കാര്യം ഞാൻ ആദ്യം പറയണം, അതായത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കാര്യമായിട്ട് ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ പകുതി പഠിച്ചോലിക്കും എന്താ പറയുക, ഫുള്ള് പഠിച്ചിട്ടുണ്ട്, റിവിഷൻ ചെയ്താൽ മതി എന്നുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ പറയുന്ന മെത്തേഡിന് ചെറിയ ട്വീക്ക് നിങ്ങൾക്ക് എന്നെ വരുത്തിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണം നിങ്ങൾ നോക്കാം, നമ്മളുടെ പരീക്ഷ തുടങ്ങുന്നത് മാർച്ച് 3-നാണ്. അപ്പോൾ സാറേ മോഡലില്ലടാ, മോഡലൊന്നും ഒരു വിഷയവും നിങ്ങളാക്കേണ്ട, ഒന്നും പഠിക്കാത്ത കുട്ടികൾ. കാരണം SSLCക്ക് 2 A+ വാങ്ങിയിട്ട് നിങ്ങളോട് ചോദിക്കുമ്പോൾ എനിക്ക് മോഡലിന് ഫുൾ A+ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തില്ല, ഒരു കാര്യമില്ല. നമുക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മാർച്ച് 3-ന് തുടങ്ങുന്ന പരീക്ഷ. മോഡലൊക്കെ നമ്മൾ ഇതിൽ കവർ ചെയ്യും കേട്ടോ, പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട. 3-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഞാൻ തുടങ്ങുന്നത് തന്നെ ഏതാ, ഫസ്റ്റ് ലാംഗ്വേജാണ്. ഫസ്റ്റ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഏറ്റവും IT കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ A+ കിട്ടുന്ന സബ്ജക്റ്റാണ് ഫസ്റ്റ് ലാംഗ്വേജ് അല്ലേ? അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് മലയാളം ഫസ്റ്റ് ആയിരിക്കും, ചില ആൾക്ക് സംസ്കൃതമോ ഉറുദുവോ അറബി എങ്ങാനായിരിക്കും അല്ലേ? അപ്പം 3-ാം തീയതി മൺഡേ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് വെള്ളിയും ശനിയും ഞായറും മാത്രം നോക്കിയാൽ മതി അല്ലേ? ആ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫസ്റ്റ് ലാംഗ്വേജ് നിങ്ങൾക്ക് തീർക്കാം. അപ്പം വെള്ളിയാഴ്ച അല്ല, ഞായറാഴ്ച വരുന്ന 2-ാം തീയതിയാണ്, ശനിയാഴ്ച വരുന്നത് എത്ര, 1-ാം തീയതിയാണ്, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് 28. അപ്പോൾ ഫെബ്രുവരി, സാർ 30 ഫെബ്രുവരി ആയിട്ടില്ലടാ, ഫെബ്രുവരി 28 വെള്ളിയാഴ്ച. അപ്പം ഫെബ്രുവരി 27 വരെ എന്തുള്ളൂ, നമുക്ക് സമയമുള്ളൂ. അതായത് ഇന്ന് മുതൽ ടുഡേ ഓൺവേഴ്സ് എത്രയാണ്, ഫെബ്രുവരി 27 വരെ നമുക്ക് ബാക്കി സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള സമയമുള്ളൂ. ഏകദേശം എത്ര ഉണ്ടാവും, ഇന്ന് ജനുവരി 22, 7 ദിവസം ഇവിടെയും 27 ദിവസം ഇവിടെ ആയിട്ട് ടോട്ടൽ നമുക്കുള്ളത് 34 ദിവസമാണ്. ഓക്കെ, ഈ 34 ദിവസത്തിൽ നമുക്ക് എന്തുണ്ട്, നമ്മളെ മുന്നിൽ മോഡൽ എക്സാം വരുന്നുണ്ട് അല്ലേ? മോഡൽ എക്സാം 4 ദിവസമാണ്, തിങ്കൾ മുതൽ വെള്ളി വരെയാണെന്നുള്ളത് നിങ്ങളെ മോഡൽ എക്സാം വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്താണ്, ഒരു 5 ദിവസം ഞാൻ ഇവിടുന്ന് കുറക്കുന്നു, ശേഷിച്ച് നമുക്ക് ആകെയുള്ളത് 29 ദിവസം. ആകെയുള്ളത് 29 ദിവസം. മക്കൾ, ഇതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കരുത്. വേസ്റ്റ് ആക്കണം, ഇന്നൊരു ഞായറാഴ്ച നിങ്ങൾ വേസ്റ്റ് ആക്കേണ്ട, തിങ്കളാഴ്ച അതും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ സ്കൂൾ പല എക്സാമുകളൊക്കെ നടക്കുന്നുണ്ടാവും. പ്രീ മോഡൽ എന്നൊക്കെ പറഞ്ഞ് ചറബർ എക്സാമാണ്. ഇതൊക്കെ എന്താണ്, പഠിച്ച് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രീ മോഡൽ എന്നൊക്കെ പറയുന്നത്, അല്ലെ പ്രീ ബോർഡ് എന്നൊക്കെ പറയുന്നത്. പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രീ മോഡലൊക്കെ അവർക്ക് സമയനഷ്ടമെന്നാണ് ഞാൻ പറയാം. പക്ഷേ പ്രീ മോഡലിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം ഇന്ന് ഫിസിക്സിലെ 3 പാഠമാണ്, നിങ്ങൾ ഒരു പാഠം എന്ത് ചെയ്യുക, ആ 3 പാഠത്തിൽ ഒരു പാഠം തലേ ദിവസം പഠിച്ചിട്ട് പരീക്ഷ അത് വൃത്തിയിൽ എഴുതുക എന്നുള്ളത് മാത്രം. 3 നോക്കിയിട്ട് ഒന്നും പഠിക്കാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ ആവരുത്. 29 ദിവസമാണ് നമ്മൾ മുന്നിലുള്ളത്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഒന്ന് ടൈം ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന്, സോഷ്യൽ വെള്ളിയാഴ്ചത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് എന്തുള്ളത്, സോഷ്യലിൻ്റെ എക്സാം. എന്നിട്ട് ശനിയും ഞായറും 2 ദിവസം നമുക്ക് അവധിയുണ്ട്. ഫുള്ള് പഠിക്കാനൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വിചാരിച്ചാൽ ഒരു 4 ചാപ്റ്റർ ഇതുവരെ പഠിക്കാത്ത ഒരു 4 ചാപ്റ്റർ നമുക്ക് ആ 2 ദിവസം കൊണ്ട് പഠിച്ചുകൂടെ? രാവിലെ അല്ലേ, രാവിലെ 6 മണി മുതൽ 8-9 മണി വരെ ഒരു ചാപ്റ്റർ, 10 മണി മുതൽ 1 മണി, ബാക്കി ഫുള്ള് റിവൈസ് ചെയ്യാൻ എടുത്തോ, പഠിക്കാമല്ലോ. ഇവിടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഫുള്ള് പഠിച്ച ചങ്ങ എന്താണ് ഇനിയിപ്പോൾ പഠിക്കേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഞാൻ ഒന്നും പഠിക്കാത്തവനാ. 4. ഇനി മാത്സിൻ്റെ കേസ് നോക്കി, ഈ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് മാത്സ് അടുത്ത തിങ്കളാഴ്ചയാണ്, ഒരാഴ്ച നിങ്ങൾക്ക് സമയമുണ്ട്. ഒരാഴ്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാഴ്ച ഒരു 6 സബ്ജക്റ്റ് എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ചാപ്റ്റേഴ്സ് എങ്കിലും ഏറ്റവും മിനിമം പുതുതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. രാവിലെ പഠിക്കുക,
പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കുക, ഉച്ചയ്ക്ക് ശേഷം രാത്രിയൊക്കെ പഠിച്ചത് റിവൈസ് ചെയ്യുക എന്നുള്ള മോഡൽ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. പിന്നെ മറ്റൊരു സബ്ജക്റ്റും കൂടെ ഉണ്ട്. ആരാണ്? കെമിസ്ട്രി വരുന്നുണ്ട്. കെമിസ്ട്രിയിലും എന്താണ്, ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ്. എടാ ഇതൊക്കെ ഒന്നും പഠിക്കാത്ത കുട്ടികൾക്കാണ്. പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യണം, ഇതൊന്നും നോക്കണം, അതിനെ മുന്നേ തീർക്കണം. നമുക്ക് എന്താ ഈ 29 ദിവസം കൊണ്ട് തന്നെ തീർക്കണം എന്നുള്ളതാണ്. ഓക്കെ റൈറ്റ്. അപ്പോൾ എന്താ കെമിസ്ട്രിയുടെ കേസിലും നമുക്ക് 4 വേണ്ട, 2 ദിവസം കൊണ്ട് ഒരു 3 ചാപ്റ്റേഴ്സ് നമുക്ക് അന്നേരം പഠിക്കാം. ക്ലിയർ അല്ലേ? യെസ്, അതൊക്കെയാണ്. അപ്പം ഇനി മറ്റൊരു പ്രശ്നം നമ്മുടെ ലാംഗ്വേജുകളാണ്. ഏതൊക്കെയാണ് ലാംഗ്വേജുകൾ വരുന്നത്? 2ാമത്തെ എക്സാം ആയിട്ടുള്ള ഇംഗ്ലീഷ്, 3ാമത്തെ എക്സാം ആയിട്ടുള്ള മലയാളം സെക്കൻഡ്, മാത്സ് കഴിഞ്ഞിട്ടുള്ള ഹിന്ദി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഹിന്ദി എന്ത് ചെയ്യുക, മാത്സിൻ്റെ സമയത്ത് പരമാവധി പഠിക്കാൻ നോക്കുക. എന്ത്, ഈ തിങ്കളാഴ്ച എല്ലാ സമയത്ത് 24 മണിക്കൂർ നമുക്ക് മാത്സ് ഒന്നും പഠിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, 1 മണിക്കൂർ നിങ്ങൾ ഹിന്ദിക്ക് കൊടുത്താൽ ആ സമയത്ത് തന്നെ എന്താണ്, ഹിന്ദി നിങ്ങൾക്ക് ധാരാളമായി പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി ചില കുട്ടികൾക്ക് ഹിന്ദി പഠിക്കാൻ പറ്റുന്നില്ല, ഹിന്ദി എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി എന്ത് ചെയ്യുക, ഒരു 30 മിനിറ്റ്സ് ഫോർ ലാംഗ്വേജസ് കൊടുക്കുക. ഒരു 30 മിനിറ്റ്സ് ഫോർ ലാംഗ്വേജസ് കൊടുക്കുക. ആ ലാംഗ്വേജ് എന്ത് ചെയ്യാം, ഒരു ദിവസം ഇംഗ്ലീഷ് ആവാം, ഒരു ദിവസം മലയാളം സെക്കൻഡ് ആവാം, മറ്റൊരു ദിവസം ഹിന്ദിയൊക്കെ ആവാം. മനസ്സിലായില്ലേ? അതായത് ഇന്ന് മുതൽ ഇനി ഒരു 30 മിനിറ്റ് ബോറടിച്ചിരിക്കുമ്പം ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക, എങ്ങനെയാണ് പ്രൊഫൈൽ ഉണ്ടാകുക നോക്കുക, അല്ലെ ചില ചാപ്റ്ററിൻ്റെ എന്ത് ചെയ്യുക സമ്മറി നോക്കുക. എന്ത്, പിന്നെ ഹിന്ദിയിലെ മറ്റേ ഗ്രേറ്റസ്റ്റ് ഷോമാൻ എന്നൊക്കെയുള്ള സമ്മറി നോക്കുക, മലയാളത്തിൽ എന്ത് ചെയ്യുക ഓരോ പാഠത്തിൻ്റെയും സമ്മറി നോക്കുക എന്നുള്ള രീതിയിൽ 30 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ലാംഗ്വേജിന് കൊടുക്കുക. ലാംഗ്വേജിനായിട്ട് പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ അലോട്ട് ചെയ്യാനേ പാടില്ല. ഓരോ ദിവസവും 30 മിനിറ്റ് വെച്ച് ലാംഗ്വേജ് നോക്കുക. ഹിന്ദിക്ക് സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ടെങ്കിൽ ഈ മാത്സിൻ്റെ സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഹിന്ദിയുടെ കാര്യം തീരുമാനിക്കുകയും ചെയ്യാം. നോക്കണേ, അപ്പോൾ ക്ലിയർ അല്ലേ? ലാംഗ്വേജസിൽ A+ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, A+ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഡെയിലി ഇനി അങ്ങോട്ട് അരമണിക്കൂർ വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 15 മണിക്കൂർ ലാംഗ്വേജസിന് കിട്ടും അല്ലേ? ഹിന്ദിക്ക് വേറെ, ഹിന്ദിന് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം, എന്നിട്ട് ഹിന്ദി മാറ്റി വെച്ച് ഇംഗ്ലീഷും മലയാള സെക്കൻഡിനും മാറി കൊടുത്തോ. ഫസ്റ്റ് ലാംഗ്വേജ് നമ്മൾ ഈ 3 ദിവസമേ പഠിക്കുന്നുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏകദേശം എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുത്തു. ഇംഗ്ലീഷായി, ഇതായി, IT ഓൾറെഡി നമ്മൾ തീരുമാനമായിട്ടുണ്ടാവും. അപ്പം നമുക്ക് മുന്നിലുള്ള ഏതൊക്കെയാണ്, സോഷ്യൽ ഉണ്ട്, മാത്സ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, 5 വിഷയങ്ങൾ അല്ലേ? ഈ 5 വിഷയങ്ങൾക്കും കൂടെ ഇത്രയും ചാപ്റ്റേഴ്സാണുള്ളത്. 48 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കെമിസ്ട്രി ഓൾറെഡി -3 ആക്കിയിട്ട് കെമിസ്ട്രി എന്താ 4 ചാപ്റ്റർ ആയിട്ടുണ്ട്. മാത്സ് ഒരു -6 ആക്കിയിട്ട് നമുക്ക് 5 ചാപ്റ്റർ ആയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. അത് ഒന്നും പഠിക്കാത്ത കുട്ടികളുടെ കേസാണ്. ഇനി അത്യാവശ്യം പഠിച്ചിട്ട് 1 ചാപ്റ്റർ 2 ചാപ്റ്റർ മാറ്റി വെച്ചോ, കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെയാണ്. സോഷ്യലിൻ്റെ കേസിൽ -4 ആക്കിയിട്ട് നമുക്ക് 11 ചാപ്റ്റർ ഉണ്ട്. ഇത്രയല്ലേ നമ്മളുടെ കേസിലുള്ളത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ 48 ചാപ്റ്റർ എന്നുള്ളത് എന്തായി വരും, 48 ചാപ്റ്റർ എന്നുള്ളത് 7ഉം 4ഉം 11ഉം 19ഉം 5ഉം 24ഉം 11ഉം 35 ചാപ്റ്റർ ആയിട്ട് മാറി, 35 ചാപ്റ്റർ ആയിട്ട് മാറി. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെന്തുണ്ടാവും, കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് അരിത്തമെറ്റിക് സീക്വൻസ് പലതവണ പരീക്ഷയ്ക്ക് 1ാമത്തെ പാടൊക്കെ ആയിട്ട് ആവേശത്തിലൊക്കെ പഠിച്ചിട്ട് ചിലപ്പോൾ അറിയാവുന്ന കേസ് ഉണ്ടാവും. അങ്ങനെയുള്ള ചാപ്റ്ററുകൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് അറിയാം, ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് കരുതുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിലൊക്കെ കൂടെ ഒരു 10 ചാപ്റ്ററൊക്കെ അങ്ങനെ ഉണ്ടാവും അല്ലേ? ഇനി ഇല്ലെങ്കിൽ പോട്ടെ. അപ്പോൾ 10 ചാപ്റ്റർ നിങ്ങൾക്ക് ഉണ്ടെന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് ആകെ എന്തേ ഉള്ളൂ, 25 ചാപ്റ്ററേ പഠിക്കാനുള്ളൂ. 29 ദിവസമുണ്ട്. സെറ്റല്ലേ? ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സാർ ഈ 10 ചാപ്റ്റർ എപ്പോൾ പഠിക്കുന്നു? ചേട്ടാ, നിങ്ങൾക്ക് മോഡൽ എക്സാമിൻ്റെ തലേന്ന് വമ്പിച്ച റിവിഷനുകൾ ഉണ്ടാവും. ഓരോ പരീക്ഷയുടെ ഫൈനൽ എക്സാമിൻ്റെ സമയത്തൊക്കെ റിവിഷനുകൾ ഉണ്ടാവും. അന്നേരമൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. നമുക്ക് പഠിക്കാം. ആകെ എന്താണ്, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാത്ത ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക. പഠിച്ചത് വീണ്ടും പഠിക്കാൻ സമയം കളയരുത്. അപ്പം നമുക്ക് 35 ചാപ്റ്ററും 29 ദിവസമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു 6 ദിവസം 2 ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ പോരെ. ബാക്കി എല്ലാ ദിവസം എന്താണ്, ബാക്കി എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ തീർന്നില്ല മോനെ. ഈ 35 ചാപ്റ്റർ 29 ഡേയ്സ്, 35 ചാപ്റ്റർ 29 ദിവസം. ഒരു 6 ദിവസം എന്ത് ചെയ്യണം, 2 ചാപ്റ്റർ വെച്ച് പഠിക്കണം. മാത്സ് പഠിക്കുന്നന്ന് ഒരു ബയോളജി തിരികെ കയറ്റുക, ഫിസിക്സിൻ്റെ ഒരു കെമിസ്ട്രി. അല്ലെ വീക്കെൻഡ് ഞായറാഴ്ചകളിൽ നിങ്ങൾ ചെയ്തോ, അല്ലെ ഒരു ദിവസം സ്കൂൾ കട്ട് ചെയ്തതിന് പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടികളുണ്ട്. പ്രശ്നമല്ല എന്നുള്ള വീഡിയോ ഉടനെ വരും. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. അപ്പം അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി.
പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ ഓരോ ചാപ്റ്ററുകൾ ഓരോ സബ്ജക്റ്റ് നിന്ന് പഠിക്കണം. എന്താണ് അതിൻ്റെ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാർഗം എന്ന് പറയുന്നത് എജ്യൂപോർട്ടിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യണം. ആകെ 799 രൂപയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ, സ്കൂൾ എക്സാം ഏതാണോ ആ ചാപ്റ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റും. ജോയിൻ ചെയ്യണമെങ്കിൽ ഫീ അടക്കേണ്ട ലിങ്ക് ഇതിൽ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഡീറ്റെയിൽസിന് അറിയാൻ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റും ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ക്ലാസ്സസ് അതിലുണ്ടാവും, ലൈവുകൾ അതിലുണ്ടാവും, പിന്നെന്താ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എല്ലാ സാധനം ഉണ്ടാവും. ആകെ 799. നഷ്ടാവില്ല. ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി ഇതില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും, എനിക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്തുണ്ട്, നമ്മൾ ഡെയിലി ലൈവുകൾ കണ്ടു. ആ ഡെയിലി ലൈവ് എന്താണോ അത് അന്നങ്ങ് പഠിച്ചു വെക്കുക. എന്ത് വന്നാലും IT എക്സാം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എന്ത് വന്നാലും 7 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. അതൊരു സൈഡിൽ നിന്ന് തീർക്കുക. ചില ഞായറാഴ്ചകളിലൊക്കെ പകലും ഉച്ചക്കൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് തീർത്താൽ തീരുവടാ. തീരും. അതെന്ത് ചെയ്യുക, നിങ്ങൾ ആകെ ചെയ്യേണ്ടത് തുടങ്ങുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം നിങ്ങൾക്കൊരു ആശ്വാസമായിട്ടുണ്ട്. തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ഏത് ദിവസം നിങ്ങൾ കാണും, 7 മണിയുടെ ലൈവിന് നിങ്ങൾ ഉണ്ടായിരിക്കണം. ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ച് പാരൻസിനോട് സംസാരിക്കണം ആൻഡ് പഠിച്ചു തുടങ്ങണം. മക്കളെ, നിങ്ങളാഴ്ച എല്ലാം നഷ്ടപ്പെട്ടെടുത്തുനിന്നാണ് നമുക്കൊരു പ്രതീക്ഷ വന്നത്. ഈ പ്രതീക്ഷ കൈവിടരുത്. തുടങ്ങിയാൽ മാത്രം മതി, പിന്നെ അത് മുന്നോട്ട് പോയിക്കോളും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളെ വിലയേറെ കമൻറ്റ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആശ്വാസമായിട്ടുണ്ട്, ആശ്വാസമായിരുന്നു കമൻറ്റ് ചെയ്യുക. ബൈ.